നമസ്കാരം. വയനാട്ടിലെ ദുരന്തം അതാണിപ്പോൾ എല്ലായിടത്തും ചർച്ച. മാധ്യമങ്ങളും അതിന് പിന്നാലെയാണ്. ഇതോടെ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ എല്ലാവരും മറന്ന പോലെയാണ് കാര്യങ്ങൾ. അർജുന് വേണ്ടി ഗംഗാവാലി പുഴയിൽ നടത്തി വന്നിരുന്ന തെരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി നിലച്ച രീതിയിലാണ്. തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന മണ്ണുമാന്തി യന്ത്രം എത്തിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ തിരച്ചിലിന് തൃശൂർ കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. യന്ത്രം എത്തിച്ചാലും പുഴയിലെ ചെളിയും ഒഴുക്കും കാരണം പ്രവർത്തിപ്പിക്കാനാകില്ലെന്നാണ് സ്ഥലം സന്ദർശിച്ച സമിതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട്. ഷിരൂർ സന്ദർശിച്ച കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൗത്യം വിജയിപ്പിക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തൃശൂർ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കളക്ടർക്ക് വ്യാഴാഴ്ച കൈമാറിയത്. ഇതിനിടയിൽ ദേശീയപാതയിൽ ഷിരൂരിലൂടെയുള്ള ഗതാഗതവും പുനരാരംഭിച്ചു. ഇന്ന് അമാവാസി നാളിൽ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയുമെന്നും ഇറങ്ങാൻ സന്നദ്ധനാണെന്നും പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. 3 മണിക്കൂറോളം പുഴയിൽ വെള്ളം കുറയുമെന്നാണ് കരുതുന്നത്. അർജുന്റെ ബന്ധുക്കൾ ഇന്ന് രാവിലെ ഷിരൂരിലെത്തും. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാതയിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ. 17 ദിവസത്തിനു ശേഷമാണ് ഈ പാത വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ദേശീയപാത 66 ഗതാഗതം നിരോധിച്ചത്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് പ്രദേശത്ത് കാണാതായത്. അർജുൻ ഓടിച്ച ലോറിയും പുഴയുടെ ആഴങ്ങളിലുണ്ട്. 13 ദിവസം കർണാടക സർക്കാരും നാവികസേനയും തിരച്ചിൽ നടത്തിയിട്ട് കണ്ടെത്താനായില്ല. മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ചു മടങ്ങി. എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്ന നിലപാടെടുത്തു. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിരൂരിലേക്ക് അയച്ചത്. കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗം വിദഗ്ധരായ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ AJ വിവൻസി, പുഴയ്ക്കൽ അഗ്രികൾച്ചർ VS പ്രതീഷ്, കോഴിക്കോട് മേഖല ഓപ്പറേറ്റർ നിതിൻ, തൃശൂർ ADM മുരളി എന്നിവരടങ്ങിയ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പുഴയുടെ ആഴവും ഒഴുക്കും പരിശോധിച്ച സംഘം ഉത്തര കർണാടക ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് നീക്കം ചെയ്ത് അർജുന്റെ ലോറി പുറത്തെടുക്കുക അസാധ്യമാണെന്ന നിലയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പുഴയിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള യന്ത്രം നിലനിർത്താനാവില്ലെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് വിവരം. വയനാട് വൻ ദുരന്തം നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഷിരൂർ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത. അതിനിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ആ യുവാവായിരുന്നു. ആ കുടുംബം അനാഥമായി. അർജുൻ തിരിച്ചു വരുമെന്ന് ഇനി പറയാനുമാവില്ല. അർജുന്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ്. ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത്. ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാവുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ വയനാട് ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായവരിൽ 11 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു. ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുക. സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ഇത്. ഓരോ വീടിനും 5 ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും. ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം വീടുകൾ രൂപകൽപ്പന ചെയ്യും. 120 ദിവസത്തിനകം പണി പൂർത്തിയാക്കി കൈമാറും. സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചിരുന്നു.